ഡിയേഴ്സ് വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ നമ്മൾ തയ്യൽ കൂലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വന്ന മെസ്സേജാണ് ഏറ്റവും കുറവ് എവിടെയാണെന്ന് പറയുമോ, ഏറ്റവും കുറഞ്ഞത് ഏത് ജില്ലയിലൊക്കെയാണ് വാങ്ങിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതും കൂടെ ചെയ്യാം. നമ്മൾ കൂടിയ റേറ്റ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത്രയും എമൗണ്ടൊക്കെ വാങ്ങിക്കുന്ന സ്ഥലങ്ങളും ഉണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ സ്റ്റോറി ഇട്ട സമയത്ത് ഒരുപാട് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഏറ്റവും കുറവ് വാങ്ങിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് വയനാടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു എമൗണ്ട് എത്രയാണ് അവർ വാങ്ങിക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാവേ ഓരോന്നിൻ്റെയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പറയുന്നത് ചുരിദാറാണ് കേട്ടോ. ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വാങ്ങിക്കുന്നത് 120 രൂപയാണ്. മനസ്സിലായോ? നമ്മൾ 500ഉം 600ഉം വാങ്ങിക്കുന്ന ഷോപ്പുകൾ വരെ ഉണ്ട് എറണാകുളത്തൊക്കെ. അപ്പോൾ ഇവിടെ വാങ്ങിക്കുന്നത് 120 രൂപയാണ്. പിന്നെ ചുരിദാർ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 25 രൂപയാണ് വാങ്ങിക്കുന്നത്. ചുരിദാർ വിത്ത് ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ 170 രൂപ. അതായത് വിത്തൗട്ടിന് 120 ആയിരുന്നു, വിത്ത് ലൈനിങ് 170 രൂപ. പിന്നെ ബ്ലൗസാണ്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 150 രൂപയാണ് വാങ്ങിക്കുന്നത്. ബ്ലൗസ് വിത്ത് ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ 200 രൂപയാണ് വാങ്ങിക്കുന്നത്. ഹാഫ് സ്കേർട്ട് ആണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അത് സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ, 90 രൂപയാണ് വാങ്ങിക്കുന്നത്. ഫുൾ സർക്കിൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 110 രൂപയാണ് വാങ്ങിക്കുന്നത്. അതേപോലെ തന്നെ നൈറ്റി ചുരിദാർ കട്ടിൽ വരുന്നത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 90 രൂപയാണ് വാങ്ങിക്കുന്നത്. നൈറ്റി യോക്ക് മോഡൽ ആണെന്നുണ്ടെങ്കിൽ 110 രൂപയാണ് വാങ്ങിക്കുന്നത്. കിഡ്സിൻ്റെ ഒക്കെ ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 120 രൂപയാണ് എമൗണ്ട് വരുന്നത്. പിന്നെ ക്രോപ്പ് ടോപ്പ് നമ്മൾ വലിയ ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 140 രൂപയാണ് വാങ്ങിക്കുന്നത്. സാരി ഫോൾ വയ്ക്കാനായിട്ട് 80 രൂപയാണ് വാങ്ങിക്കുന്നത്. പില്ലോ സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 25 രൂപയാണ് എമൗണ്ട് വരുന്നത്. മെൻസിൻ്റെ ഒക്കെ ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 200 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഇനി സിബിൻ്റെ ആണ്. സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 20 രൂപയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അടുത്തത് കഫ്താനാണ്. കഫ്താൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 100 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഈ പറഞ്ഞ എമൗണ്ടൊക്കെ നോർമലായിട്ടുള്ള ഒരു ഡ്രസ്സിൻ്റെയാണ് കേട്ടോ. അതിൽ എക്സ്ട്രാ വർക്ക് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ അവർ പേയ്മെൻറ്റ് വാങ്ങിക്കുമായിരിക്കും. ഞാൻ സ്റ്റിച്ചിങ് നോർമലായിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് മാത്രമാണ് കേട്ടോ പറയുന്നത്. അതിൽ എക്സ്ട്രാ വർക്കിന് എക്സ്ട്രാ ഇതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും. പിന്നെ പലാസോ, നോർമൽ പലാസോയാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 100 രൂപയാണ് എമൗണ്ട് വരുന്നത്. ചുരി ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 120 രൂപയാണ് എമൗണ്ട് വരുന്നത്. അതേപോലെ തന്നെ സ്ലീവ് ജോയിൻ ചെയ്യിക്കാനായിട്ട് 30 രൂപയാണ് എമൗണ്ട് വരുന്നത്. സ്ലീവിൻ്റെ ലെങ്ത് കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിൽ 25 രൂപ 30 രൂപയൊക്കെ വാങ്ങിക്കാറുണ്ട്. പിന്നെ ലെങ്ത് കറക്ഷൻ തന്നെ ചുരിദാറിൻ്റെയും നൈറ്റിയുടെയൊക്കെ വരുമ്പോഴത്തേക്കും 35-40 രൂപയൊക്കെ വാങ്ങിക്കാറുണ്ട്. സ്കേർട്ടിൻ്റെ ലെങ്ത് കറക്ഷൻ, അതായത് ഇപ്പോൾ ഫുൾ സർക്കിൾ സ്കേർട്ട്, ഹാഫ് സർക്കിൾ സ്കേർട്ടൊക്കെ ലെങ്ത് കറക്റ്റ് ചെയ്ത് അത് കട്ട് ചെയ്ത് കളയുമല്ലോ, എന്നിട്ട് നമ്മളത് പിന്നീട് ഫോൾഡ് ചെയ്ത് അടിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് 50 രൂപയൊക്കെ വാങ്ങിക്കാറുണ്ട്. 40 സ്റ്റാർട്ടിങ്, 40-50 വാങ്ങിക്കാറുണ്ട്. നെക്ക് അല്ലെങ്കിൽ സ്ലീവിൽ പൈപ്പിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് 25 രൂപയാണ് വാങ്ങിക്കുന്നത്. രണ്ടും ചെയ്യണം എന്നുണ്ടെങ്കിൽ 40 രൂപ രണ്ടും കൂടെ എമൗണ്ട് വരുന്നുണ്ട്. പ്രിൻസസ് കട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 175 രൂപയാണ് എമൗണ്ട് വരുന്നത്. വിത്ത് ലൈനിങ് ആണെന്നുണ്ടെങ്കിലാണ് 175, വിത്തൗട്ട് ലൈനിങ്ങിന് 150 രൂപയാണ് വാങ്ങിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും ഡ്രസ്സിനെ പറ്റിയാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അപ്ലോഡ് ചെയ്തോളാം.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. സായ ഡിസൈൻസ് എന്ന് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ID വരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ ഇതിനേക്കാളും റേറ്റ് കൂടുതലാണോ കുറവാണോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.